ശ്രീ സി ആർ നീലകണ്ഠൻ, എന്താ നോക്കൂ, ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ ഒരിടത്ത് രണ്ടിടത്ത് ഇത്രയും ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ നടക്കുന്ന ഇടത്ത് സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്താ ഉണ്ടാകാൻ പാടില്ലേ? കേരളത്തിലെ രാഷ്ട്രീയ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെ സമരങ്ങളുടെയും കലാപങ്ങളുടെയും കൂടിയാണ് എന്നുള്ളത്. പക്ഷെ ഇത് നിരന്തരമാണ് അല്ലേ? ഇതിപ്പോ എടുത്തു പറയാൻ നിന്നാൽ സ്ഥലം ഏതൊക്കെ എന്ന നിലയ്ക്ക് ഒരു വലിയ പട്ടിക മുന്നോട്ട് വെക്കേണ്ട തരത്തിൽ CPM-ൽ ഉണ്ടാകുന്ന ഇത്തരം പൊട്ടിത്തെറികൾ സ്വാഭാവികമാണോ? അല്ല, ഇതില് മധു നേരത്തെ പറഞ്ഞ 4 പേരുടെയും ഞാൻ ശ്രദ്ധിക്കുക, ലൂക്കോസ് അടക്കം. ഇതിലൊരു പ്രധാന പ്രശ്നം നമ്മൾ വിട്ടുപോകുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആശയത്തിന്റെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്കാണ്. ഞങ്ങളൊക്കെ അതിൽ 30 വർഷം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പ്രത്യയശാസ്ത്രത്തിന്റെ എന്താ പറയുക, പശ കൊണ്ട് അണികളെ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയായി. ഇന്നിപ്പോ പാർട്ടിക്ക് എന്താ പ്രത്യയശാസ്ത്രം? ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം മുതൽ സോഷ്യലിസ്റ്റ് വിപ്ലവം വരെയുള്ള നിരവധി കാര്യങ്ങൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് അങ്ങനെ ഒരു ചർച്ചയുടെ പ്രസക്തി പാർട്ടിക്കകത്തില്ല. രണ്ടാമത്, നേരത്തെ പറഞ്ഞ ഇപ്പോ ഏറ്റവും ഒടുവിൽ VS അടക്കം TP ചന്ദ്രശേഖരനും VS അച്യുതാനന്ദനും അതിനു മുമ്പ് ഗൗരി അമ്മയും MVR-ഉം ഒക്കെ അടക്കം അതിനു മുമ്പുള്ള 64 പിള്ളേർക്ക് അടക്കമുള്ള കാര്യങ്ങൾ, നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ EMS-ഉം VS-ഉം തമ്മിലുള്ള ഇതൊക്കെ, ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്ര പരിവേഷം നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞു. സംഘടനാപരമായ ഒരു പ്രശ്നം മാത്രമല്ല, അതിനൊരു പ്രത്യയശാസ്ത്രം MN വിജയൻ മാഷെ പോലെയുള്ള വളരെ നന്നായി അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷെ ഇപ്പോഴെന്താ സ്ഥിതി? ഇപ്പോൾ ആരോപണം എന്താ? ഇപ്പൊ 4ാം ലോകമല്ല, റിച്ചാർഡ് ഫ്രാങ്കി അല്ല, ഫണ്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നുമല്ല, വലതുപക്ഷവൽക്കരണമല്ല. ഇപ്പോഴുള്ള ആരോപണങ്ങളുടെ ഒരു പട്ടിക നോക്കും. ഞാൻ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷെ ജനറലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, അത് കൊഴിഞ്ഞാമ്പാറ മുതൽ മംഗലപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്. എന്തിനാ കൊഴിഞ്ഞാമ്പാറ കാണണേ? ആളറിയാതെ ആത്മകഥ ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന ഒരു പാർട്ടിയാണിത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ആത്മകഥ ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. അത്ര വരെ എത്തി നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഒരു വശം. ഇതിൽ വരുന്ന ആരോപണങ്ങൾ എന്താ? ഈ ആരോപണങ്ങൾ മുഴുവൻ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രശ്നവുമില്ല. അഴിമതിയുടെ, തട്ടിപ്പിന്റെ, സ്ത്രീ പീഡനത്തിന്റെ, ക്വാറി മാഫിയയുടെ, മണൽ മാഫിയയുടെ എന്ന് തുടങ്ങി ഈ ആരോപണങ്ങൾ മുഴുവൻ എങ്ങനെയാണ്? ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ സ്ത്രീകളടക്കം പ്രതിരോധിച്ചത്, കൊഴിഞ്ഞാമ്പാറയിൽ വന്നത് ഒക്കെ തന്നെ എങ്ങനെയാണ്? എന്താ ആരോപണം? അല്ലാണ്ട് ഇവരാരും പ്രത്യയശാസ്ത്ര ലംഘനം, അങ്ങനെ പ്രത്യയശാസ്ത്രമില്ല, അതുകൊണ്ട് ലംഘനം നടത്താനില്ല. ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കോൺഗ്രസിന് പ്രത്യയശാസ്ത്രം. കോൺഗ്രസിൽ അതിന് കുഴപ്പമില്ല. കോൺഗ്രസിൽ പ്രധാന ഗ്രൂപ്പാണ് A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, V ഗ്രൂപ്പ്, C ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയാണ്. നമുക്ക് അതിൽ ഒരു ടെൻഷനും ഇല്ല. കാരണം ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പിലേക്ക് പോകാനൊന്നും ഒരു മടിയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിനെ നമ്മൾ ഒരു ജനക്കൂട്ടത്തിന്റെ പാർട്ടിയായി കണ്ടത്. പക്ഷെ ജനക്കൂട്ടത്തിന്റെ പാർട്ടിയായിട്ടല്ല CPM എന്നത്. CPM ഞങ്ങൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണെന്നാണ്. ഇപ്പൊ മാർക്സിസ്റ്റ് എന്നുള്ളത് എല്ലാവരും കാണും. ഇപ്പൊ ആ ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പേരിലുള്ള സംഘടനാ രീതി മോളിൽ നിന്ന് മാറ്റും. മോളിൽ നിന്ന് എങ്ങനെ മാറ്റാൻ പറ്റും? മോളിൽ നിന്ന് മാറ്റാൻ പറ്റുകയാണ് ഇവർ ആഭ്യന്തര ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം, ജനാധിപത്യ വികേന്ദ്രീകരണം തുടങ്ങിയ വാക്കുകളൊക്കെ എനിക്കിന്റെ വായിൽ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഒരുപാട് കാലം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ആ സാധനത്തിലേക്ക് ഇപ്പൊ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പൊ പി ജോയ് നല്ല ആളാണോ, ഈ ഇദ്ദേഹം നല്ല ആളാണോ, കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നല്ല ആളാണോ, നേരത്തെ ഇന്നലെ ബിപിൻ, ഇന്നലെ BJP-യിലേക്ക് ഒരാൾ, അയാൾ നല്ല ആളാണോ? ഈ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. ഇപ്പോ ഈ വിപിൻ സി ബാബു ഇറങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് BJP-യിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുകയാണ്. പാർട്ടിയിലെ ആളുകളെ രാഷ്ട്രീയപരമായി വളർത്തിയെടുക്കുക, 10-20 വർഷത്തെ രാഷ്ട്രീയ ചരിത്രമുള്ള ആളുകളാണ്. പിറ്റേ ദിവസം BJP ആകാൻ സാധിക്കുന്ന, BJP-യാണ് കൂടുതൽ ജനാധിപത്യ പാർട്ടി, കൂടുതൽ മതേതര പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ബോധമാണ് ഈ പറയുന്ന സംഘടനാ ശേഷിയിൽ നിന്ന് അവർക്ക് ആർജിച്ചു വെക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മതേതര പാർട്ടിയാണ് BJP എന്നൊരു CPM-കാരൻ എപ്പോഴെങ്കിലും പറയണമെങ്കിൽ, 25 കൊല്ലമായ ഒരു CPM-കാരൻ പറയണമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ബോധം എന്താണ്? ഇയാൾ ഇന്നലെ വരെ പാർട്ടിയിലുണ്ട്. ഇന്നലെ വരെ പാർട്ടിയിലുള്ള ആൾക്ക് ഇന്നിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ തോന്നുന്നതിന്റെ അതിന്റെ ആവശ്യം എന്താ? അതിന്റെ കാര്യം എന്താ? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അഴിമതി ഞാൻ പറയാം. ഇപ്പൊ നേരത്തെ ഒരു ഒറ്റ വാക്കുകൂടി, നേരത്തെ പറഞ്ഞ ഈ ബന്ധം, നേതൃത്വവും അണികളും തമ്മിലുള്ള ബന്ധം അഴിമതിയുടെ പശ കൊണ്ടുണ്ടാക്കിയത്. പാവപ്പെട്ട കുറെ ആളുകൾ അന്ധമായതിൽ വിശ്വസിക്കുന്നുണ്ടാവാം. ഒരു നേതാവിനെ വേറെ നേതാവ് ആശ്രയിക്കുന്നത് അഴിമതിയുടെ പശ കൊണ്ടാണ്. അങ്ങനെയാണ് സംഘടന രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വാചകം പറയുന്നത് ഇതാണ്: ഒരു പാർട്ടി ഒരു സ്ത്രീ പീഡനത്തിന് പുറത്താക്കിയ ഒരു മനുഷ്യൻ, പാർട്ടിന്ന് പുറത്താക്കിയ മനുഷ്യൻ ഒരു പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ പെട്ടെന്ന് ഒരു ദിവസം സംസ്ഥാന കമ്മിറ്റിയിൽ വരികയും ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ
പൊളിറ്റിക്കൽ പൊസിഷനിൽ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൊസിഷനിൽ വരികയും കണ്ടത് ഞാനും മാധുവും ജോക്കബ് ജോർജും റെജി ലൂക്കോസും എല്ലാവരും കണ്ടതാണ്. ഒരു സമ്മേളനങ്ങളും പങ്കെടുക്കാതെ നേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരിക. ഒരു സമ്മേളനത്തിന് പ്രതിനിധിയല്ല, കാരണം പാർട്ടിക്ക് പുറത്താണ്. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത്? അയാൾക്കെതിരെയുള്ള ആരോപണം എന്താ? അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതാര? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ മാധു, ഈ സംഘടന എന്നൊക്കെ പറയുന്നത് മുകളിലിരിക്കുന്ന ചില ആളുകളുടെ താല്പര്യം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നതാണ് പ്രശ്നം. മാത്രമല്ല, ഏറ്റവും ആനുകാലികമായ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും മുഖ്യമന്ത്രി അടക്കം കൃത്യമായി എടുത്തു പറയുന്ന സമരപരിതമായ രാഷ്ട്രീയ ചരിത്രമൊക്കെ ഇപ്പോൾ അവകാശപ്പെടാനും കഴിയുന്നവരാണ്.